റാപ്പിഡ് ട്രിഗർ ഉണ്ട്, ആക്ച്വേഷൻ പോയിന്റ് സെറ്റ് ചെയ്യാം, 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് വരുന്നുണ്ട് ഈ കീബോർഡെന്ന്. ഇതൊരു തുപ്പിയ കേബിളാണ് സത്യം പറഞ്ഞാൽ. നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. RGB ലൈറ്റിംഗ് അവർ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ സൈറ്റിൽ കയറിയിട്ട് ഇവരുടെ കീബോർഡിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തേ വർക്ക് ആവുള്ളൂ. ഗൈസ്, ഈ റാപ്പിഡ് ട്രിഗർ എന്ന് പറയുന്ന സാധനം ഒരു 17,000, 20,000, 25,000 രൂപയ്ക്ക് വിലയുള്ള കീബോർഡിൽ വന്നു തുടങ്ങിയൊരു സാധനമാണ്. അതിപ്പോൾ ഈ കീബോർഡിലുണ്ട്. ഈ കീബോർഡാണെങ്കിൽ വെറും 6,000 രൂപയ്ക്കകത്തേ ഉള്ളൂ ഈ കീബോർഡ്. ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് 4,700 രൂപ കാർഡ് ഓഫറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞൊരു സൈറ്റിൽ ഓഫറിന് കിട്ടിയാണ് 4,700 രൂപ. ആ വെബ്സൈറ്റ് ഇപ്പോഴും ഓഫറുണ്ട്. സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം. നിങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കും. ചാനലിലും ചെറിയ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അതിൽ കയറി വാങ്ങിക്കും. അപ്പം ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ റെഡ് ഡ്രാഗണിൻ്റെ 617 റാപ്പിഡ് ട്രിഗർ എന്ന് പറയുന്ന മോഡലാണ്. റാപ്പിഡ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ ഒരു ബൂട്ടിങ്ങിൻ്റെ കീബോർഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം. റാപ്പിഡ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കീ എത്രത്തോളം പ്രസ് ചെയ്യുമ്പോൾ ഞെങ്ങണം, അത് കഴിഞ്ഞ് എത്രത്തോളം പൊങ്ങുമ്പോൾ വിടണം എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നമുക്ക് സെറ്റ് കൊടുക്കാൻ പറ്റും. അത് സെറ്റ് ചെയ്യാൻ സാധാരണ മെക്കാനിക്കൽ കീബോർഡിൽ പറ്റൂല. മാഗ്നറ്റിക് സ്വിച്ചസ് വേണം. ഗൈസ്, അതേപോലെ ഈ കീബോർഡിൽ വരുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സ്വിച്ചസ് ആണ് വരുന്നത്. ഹോൾ എഫക്ട് സ്വിച്ചസ് ആണ്. ഇതിൽ നമ്മളെ റെഡ് ഡ്രാഗൺ തന്നെ ഡിസൈൻ ചെയ്ത സ്വിച്ചസ് ആണ് വരുന്നത്. ഇവരിത് ഹോട്ട് സ്വാപ്പബിൾ എന്ന് പറയുന്നുണ്ട്, പക്ഷേ വേറെ മെക്കാനിക്കൽ കീ ഒന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൽ വെക്കണമെങ്കിൽ ഒരുവിധമുള്ള കീസ് ഒന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. റെഡ് ഡ്രാഗൺ തന്നെ കീസേ നിങ്ങൾക്ക് ഇത് വെക്കാൻ പറ്റും ഇത് ഇളക്കിയാൽ. റാപ്പിഡ് ട്രിഗർ ഉണ്ട്, ആക്ച്വേഷൻ പോയിന്റ് സെറ്റ് ചെയ്യാം. പിന്നെ പറയുന്ന ഒരു സാധനമുണ്ട്, 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് വരുന്നുണ്ട് ഈ കീബോർഡെന്ന്. അപ്പം ഇതിൽ ഇവർ പറഞ്ഞേക്കുന്ന സാധനവും വിലയും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലാഭമാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇത് ഫുൾ ഒരു പ്ലാസ്റ്റിക് ബിൽറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കട്ടിങ് അവിടെ നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന സ്വിച്ചസ് റെഡ് സ്വിച്ചസ് ആണ്. ഈ സ്വിച്ചസ് ഇവർ തന്നെ ഡിസൈൻ ചെയ്യുന്നത് റെഡ് ഡ്രാഗൺ തന്നെ. മാഗ്നറ്റിക് സ്വിച്ചസ് ആണ്, ഹോൾ എഫക്ട് സ്വിച്ചസ് ആണ്. അപ്പോൾ അതിലേ റാപ്പിഡ് ട്രിഗർ ചെയ്യാൻ പറ്റുള്ളൂ. മാഗ്നറ്റിക് സ്വിച്ച് മാത്രമേ റാപ്പിഡ് ട്രിഗർ ചെയ്യാൻ പറ്റുള്ളൂ. സംഭവം ഒരു ഒട്ടും പ്രീ ലൂബ്ഡോ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഴ്സോ ഒന്നുമില്ല. എല്ലാം കോസ്റ്റ് കട്ടിങ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രീ ലൂബ് ചെയ്യാൻ സ്റ്റെബിലൈസേഴ്സ് ഒക്കെ വയ്ക്കാമെന്നൊക്കെ ഞാൻ വായിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അത്രയും കഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിലും ചെയ്യും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞേക്കുന്ന ഈ കീബോർഡിൽ ഇത് ബിൽഡ് ക്വാളിറ്റി ഫുൾ പ്ലാസ്റ്റിക് ആണ്, ഫുൾ പ്ലാസ്റ്റിക് ബിൽഡാണ്. പിന്നെ ഈ നോയിസ് ക്യാൻസലേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഗൈസ്, അതേപോലെ ഈ ഒരു കീബോർഡിൻ്റെ കൂടെ വരുന്ന കേബിളാണിത്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന കേബിൾ. ഇതൊരു തുപ്പിയ കേബിളാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇത്രയും വൃത്തിയായിട്ടൊരു കേബിൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേഡഡ് കേബിൾ പോലും അല്ലെന്നുള്ള വെക്കാം. ഇതെന്തിനാ ഇത് എവിടെ കുത്താൻ? ഇത് ഈ കീബോർഡിലല്ലാതെ ഒറ്റ എടുത്ത് ഇത് കുത്താൻ പറ്റില്ല. ഇതിൻ്റെ സി ടൈപ്പ് പറഞ്ഞുണ്ട്, ഇവിടെയാണ് പറഞ്ഞത്. ഇവിടെ ഒന്നും അല്ല പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വളഞ്ഞിരിക്കും. ഇത് ഇവിടെ ഇങ്ങനെ, അത് ഭയങ്കര ശല്യമാണ്. എന്തൊക്കെയോ സാധനങ്ങൾ എനിക്ക് പ്രശ്നം തോന്നിയത് ഞാൻ മറന്നുപോയി. ഉള്ള തന്നെ നല്ല കൂടിയ സാധനങ്ങളൊക്കെ കുറഞ്ഞേ തരണമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു മെനയൊക്കെ വേണ്ടേ. പിന്നെ ഇതിൻ്റെ അകത്ത് 2 കീസ് എന്തോ തന്നിട്ടുണ്ട്. കീ പുള്ളിയാണ് മറ്റേ സാധനം തന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മാനുവൽ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ബോക്സിൻ്റെ അകത്ത്. 10x ഫാസ്റ്റർ ദാൻ മെക്കാനിക്കൽ സ്വിച്ചസ് ആണ് കമ്പനി ക്ലെയിം ചെയ്യണത്. 2x മോർ ഡ്യൂറബിൾ ദാൻ മെക്കാനിക്കൽ കീബോർഡ്. എന്ന് വെച്ചാൽ ഈ കീസിൻ്റെയൊക്കെ ലൈഫ് സാധാരണ മെക്കാനിക്കൽ കീബോർഡിനൊക്കെയാണ് 2 ഇരട്ടിയൊക്കെ എന്നാണ് അവർ പറയുന്നത്. പിന്നെ റാപ്പിഡ് ട്രിഗർ ഇതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 8000 പോളിംഗ് റേറ്റ്. ഈ 2 സാധനമാണ് കോമ്പറ്റേറ്റീവ് ഗെയിം കളിക്കുന്നവർക്ക് അത് ഭയങ്കര ഉപയോഗമാണ്. ഈ റാപ്പിഡ് ട്രിഗർ, ആക്ച്വേഷൻ പോയിന്റ്, അതേപോലെ 8000 ഹെർട്സ് പോളിംഗ് റേറ്റ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ RGB ലൈറ്റിംഗ് ആണ്. നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് RGB ലൈറ്റിംഗ് അവർ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കീസിനൊക്കെ ഓരോ ലൈറ്റ് സെറ്റ് ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. ഇതിൽ ഞാൻ സോഫ്റ്റ്വെയറിലോട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ നോക്കണമെന്ന് പറഞ്ഞാൽ റെഡ് ഡ്രാഗണിൻ്റെ കീബോർഡിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഇതിലൊരു പ്രശ്നമുണ്ട്. ഇവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇന്ത്യൻ വേർഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇത് ഈ കീബോർഡേ ഡിറ്റക്റ്റ് ആവില്ല. അവരെ മെയിൻ സൈറ്റിൽ പോയിട്ട് ഇൻ്റർനാഷണൽ സൈറ്റിൽ കയറിയിട്ട് ഇവരുടെ കീബോർഡിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തേ വർക്ക് ആവുള്ളൂ. അത് ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് പറഞ്ഞു തരണം ഗൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് റാപ്പിഡ് ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കീബോർഡാണ്. റാപ്പിഡ് ട്രിഗർ കീബോർഡാണ്. അപ്പോൾ നമുക്ക് വേണ്ട കീസ് ആദ്യം സെലക്ട് ചെയ്യുക. റാപ്പിഡ് ട്രിഗറിൽ വരിക, ട്രിഗർ സെറ്റിങ്ങിൽ വരിക, WASD ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ ടിക്ക് ഇട്ടിരുന്നുകൊണ്ടാണ് കിടന്നത്. ഇതിൽ ക്വിക്ക് ട്രിഗർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ആൻഡ് അഡ്ജസ്റ്റ് യുവർ ട്രിഗർ സ്ട്രോക്ക് ആൻഡ് റീസെറ്റ് സ്ട്രോക്ക് ബേസ്ഡ് ഓൺ യുവർ ഇൻറ്റൻഷൻ ടു പ്രസ് ഓർ റിലീസ് ദ ബട്ടൺ. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ ഈ കീ റീസെറ്റ് ആവണം, എത്രത്തോളം കീ പ്രസ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ആവണോ, എത്രത്തോളം വിടുമ്പോഴത്തേക്കും റീസെറ്റ് ആവണോ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ജേർണി ഓഫ് പ്രസ്സിംഗ് ആൻഡ് റിലീസിങ്. യു ക്യാൻ സെപ്പറേറ്റ്ലി സെറ്റ് ദ സ്ട്രോക്ക് വാല്യൂ ഓർ ക്വിക്ക് ട്രിഗർ പ്രസ്സിംഗ്, ട്രിഗറിങ് ആൻഡ് റിലീസിങ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രസ് ചെയ്യുമ്പോൾ ട്രിഗർ ആവണം എന്നുള്ളതാണ്. എനിക്ക് ഒരു 0.5 mm പ്രസ് ആകുമ്പോഴത്തേക്കും ട്രിഗർ ആവണം. എത്ര ആകുമ്പോഴാണ് റിലീസ് ആവേണ്ടത് എന്ന് വെച്ചാൽ ഈ ട്രിഗർ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എത്രത്തോളം കീ അതിൽ നിന്ന് വിടുമ്പോഴാണ് റീസെറ്റ് ആവേണ്ടത് എന്നുള്ളതാണ്. അത് ഞാനൊരു 0.5 0.3 ആണ് കൊടുത്തേക്കുന്നത്. അപ്ലൈ കൊടുത്തു. അപ്പം
ഇതിൽ വിഷ്വലി നമുക്ക് കാണാൻ പറ്റില്ല. റേസറൊക്കെ ആണെങ്കിൽ വിഷ്വലി അതിൽ കാണാൻ പറ്റും. റേസറിൻ്റെ സോഫ്റ്റ്വെയറിൽ നമുക്ക് റാപ്പിഡ് ട്രിഗറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വേഷൻ പോയിന്റും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ വിഷ്വലി ഒരു ഇതവർ തരുന്നുണ്ട്. എപ്പോഴാണ് റാപ്പിഡ് ട്രിഗർ അല്ലെങ്കിൽ ഒരു കീ പ്രസ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്വലി ഒരു സാധനം ഇവിടെ കാണിച്ചിരുന്നുണ്ട്. അവിടെ അതില്ല. എനിക്ക് ആദ്യമായിട്ട് ആ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് അത് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 0.5 mm ആണ് ഈ റാപ്പിഡ് ട്രിഗറിന് വേണ്ട, ആക്ച്വേഷൻ 1 mm ആണ് ഞാൻ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വെച്ചത്. എനിക്ക് ഇവിടെ നിന്ന് വിഷ്വലി കണ്ടുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ വെച്ചത്. കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഡബ്ല്യു പ്രസ് ചെയ്യുമ്പോൾ കണ്ടതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടം വരെ വരുമ്പോഴാണ് കീ ട്രിഗർ ആവുന്നത്, കീ ഹിറ്റ് ആവുന്നത്, കീ ട്രിഗർ ഞാൻ വച്ചേക്കുന്ന പോലെ. അതേപോലെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എവിടെ എത്തുമ്പോഴാണ് കീ റിലീസ് ആവുന്നത്, പ്രസ് ആവുന്നത് എന്ന് ഇതിൽ കറക്റ്റ് ആയിട്ട് ഒരു വിഷ്വൽ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ആ കീബോർഡിൽ ഇല്ല. പിന്നെ അതേപോലെ ഇതിപ്പോൾ എൻ്റെ ഈ കീബോർഡ് 1000 ഹെർട്സ് പോളിംഗ് റേറ്റ് ആണ് കമ്പനി പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ അതും തന്നേനെ, പോളിംഗ് റേറ്റ് മാറ്റി കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നേനെ. അത് മാത്രമേ എനിക്കൊരു പ്രശ്നം തോന്നിയുള്ളൂ ഈ സോഫ്റ്റ്വെയറിൽ. നമുക്ക് ഇത് 8000 പോളിംഗ് റേറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. USB ട്രീ വ്യൂ എന്ന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിൽ ബി ഇൻട്രോയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ കൊടുത്തേക്കുന്ന USB പോർട്ട് കണ്ടുപിടിക്കണം. നമ്മൾ കൊടുത്തേക്കുന്നത് 10 ഞാൻ കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ താഴോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ബി ഇൻട്രോയിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ബി ഇൻട്രോയിൽ ഇതാണ്ട ഈ ഒരു സാധനത്തിൽ 0.125 ms ആണെന്നുണ്ടെങ്കിൽ 8000 പോളിംഗ് റേറ്റ് ആണെന്നാണ് ഞാൻ കണ്ടുപിടിച്ചതും വായിച്ചതും 1-2 ഫോറത്തിൽ കണ്ടത്. 1 ms ആണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അത് 1000 ഹെർട്സ് പോളിംഗ് റേറ്റ് ആണ് എന്നാണ് ഓൺലൈനിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റിലയബിലിറ്റി എനിക്ക് ഇപ്പം ഞാൻ വായിച്ചതും അറിയാന്നുള്ള മച്ചേ എനിക്ക് നിങ്ങളുടെ ഇനി പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അറിയാന്നിടത്തോളം ഇത് 8000 പോളിംഗ് റേറ്റ് എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇതിലെടുത്ത് പറയാനുള്ള സോഫ്റ്റ്വെയർ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിംഗ് തന്നെയാണ്. ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് മോഡ്സ് അവർ തന്നിട്ടുണ്ട്. ഒരുപാട് മോഡ്സ്. ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ഇത് കണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ AFK ഒക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ റൂമിൽ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ്. എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, ഭയങ്കര രസമാണ് അത്. ഇപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വേവ്സ് അങ്ങോട്ട്, എസ്കേപ്പ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഓരോ തവണ പോണ കളർ വേറെ ആയിരിക്കും. കണ്ടോ? ഇത് പിന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സ്പേസ് ഒക്കെ ഞെക്കി കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. ഓരോ കളറിൽ ഇങ്ങനെ പോകും. ഓരോ തവണ ഓരോ പ്രസ്സിൽ വേറെ കളറാകുന്നത്. ഗൈസ്, അപ്പോൾ ഈ കീബോർഡ് ടെസ്റ്റ് ചെയ്തെടുത്തോളം അവർ പറയണ പോലെ 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് കിട്ടുന്നുണ്ടെന്നാണ് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ വഴി മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ അത് എത്രത്തോളം റിലയബിൾ ആണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഈ PC-യിൽ ഒരുപാട് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂല. വല്ല ഹാക്കോ കാര്യങ്ങളാണെങ്കിൽ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും എല്ലാം കൊണ്ടുപോയി എന്നെ കൊണ്ട് പറ്റണയൊക്കെ ഇട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം പറഞ്ഞ പോലെ 8000 ഹെർട്സ് പോളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊക്കെയാണ് പറയണത്. റാപ്പിഡ് ട്രിഗർ എനിക്ക് വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്ന് വെച്ചാൽ ഞാൻ കളിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് ഈ WASD ഒക്കെ എൻ്റെ ഒരു ഹൺസ്മാൻ V3 Proയിൽ കിട്ടുന്ന ഒരു ഫീലൊക്കെ കിട്ടി. ഏതാണ്ട് അതുപോലെ കിട്ടി. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിൽ വിസിബിലിറ്റി ഇല്ല. സോഫ്റ്റ്വെയറിൽ 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ 1000 മാറ്റാനോ ഓപ്ഷൻ ഇല്ല. ഇപ്പം നമുക്കൊരു കുറഞ്ഞ പ്രോസസ്സറുള്ള ഒരു PC ആണ്. ഈ 8000 പോളിംഗ് റേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഹിറ്റ് വരും പ്രോസസ്സറിൽ. ഇതിപ്പം ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കീബോർഡ് കൊണ്ടുവന്നിട്ട് 8000 പോളിംഗ് റേറ്റിലേ കളിക്കാവെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ മേടിക്കുന്ന എല്ലാവരും ഹൈ എൻഡ് PC ഉള്ളവരായിരിക്കുമല്ലോ. അപ്പം അവർക്ക് ഈ 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് എത്രത്തോളം ഹിറ്റ് വരും എന്നുള്ളവരും എനിക്ക് അറിഞ്ഞൂടാ. അത് മാറ്റാനും പറ്റില്ല. ഫുൾ ടൈം 8000 പോളിംഗ് റേറ്റ് ആണ് ഇതിൽ ഓൺ. ഇത് ആര് വാങ്ങിക്കണം എന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് കീബോർഡ് കുറച്ച് ഹൈ എൻഡ് PC ഉള്ളവർ വാങ്ങിക്കണം. എന്ന് വെച്ചാൽ ഇത് 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് വരും. നിങ്ങൾ ഡെഫിനറ്റ്ലി 8000 ഹെർട്സ് പോളിംഗ് റേറ്റ് എടുക്കുന്നവർക്ക് എന്തായാലും മൗസിലും ഒരു 4000-8000 പോളിംഗ് റേറ്റ് ഉള്ള മൗസ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പ്രോസസ്സറിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഹിറ്റ് വരും. FPS ഡ്രോപ്പോ കാര്യങ്ങളൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. സ്ട്രീമിങ്ങും കൂടെ ആണെന്നുണ്ടെങ്കിൽ തീർന്ന്. മനസ്സിലായി? അപ്പം സാധനം കൊള്ളാം. ഞാൻ ഉപയോഗിച്ച് നോക്കി, കുറേ മണിക്കൂർ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ കളിക്കാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് 60% കീബോർഡ് എനിക്ക് പറ്റൂല. എനിക്ക് ഈ ആരോ കീ ഒക്കെ വേണം. യൂട്യൂബൊക്കെ കാണുമ്പോൾ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യും, ഫോർവേഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. ഗൈസ്, അപ്പോൾ ഈ കീബോർഡ് നിങ്ങൾക്ക് ധൈര്യത്തോടെ എടുക്കണമെങ്കിൽ എടുക്കുക. ബഡ്ജറ്റ് കീബോർഡാണ്, പക്ഷേ നല്ല സിസ്റ്റം ആണെങ്കിൽ എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ഇടുക. എനിക്ക് അറിയാമെന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ കമൻറ്റ് ഞാൻ റിപ്ലൈ ചെയ്യില്ല. അല്ലാത്ത എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ പറയാം. താങ്ക് യു ഗൈസ്, ലവ് യു ഓൾ. ദിസ് ഇസ് മെനറ്റാം സൈനിങ് ഓഫ്. ബൈ.